നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഹിമാചൽ പ്രദേശിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മണാലിയിൽ സന്ദർശകരെ കബളിപ്പിക്കുന്ന ഒരു തട്ടിപ്പ് വ്യാപകമായി മാറിയിരിക്കുകയാണ്. ടൂറിസ്റ്റ് ഗൈഡുകളും ഓപ്പറേറ്റർമാരും ചേർന്ന് കൃത്രിമമായി ഒരുക്കിയ മഞ്ഞിന്റെ ചെറിയൊരിടത്തേക്ക് സഞ്ചാരികളെ കൊണ്ടുപോയി വൻ തുക ഈടാക്കുന്നു എന്ന പരാതിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതുൽ ചൗഹാൻ എന്ന യാത്രികൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഈ സ്നോ സ്കാം പൊതുജന ശ്രദ്ധ നേടിയത്. മണാലിയിൽ എങ്ങനെയാണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നതെന്ന് കാണിക്കുന്നതായി അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ട്രക്കുകളിൽ മഞ്ഞ് കയറ്റി കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് നിരത്തിയിട്ട് അതിനുശേഷം സഞ്ചാരികളെ കൊണ്ട് വിവിധ വിനോദങ്ങൾ ചെയ്യിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. പ്രദേശത്ത് സ്വാഭാവികമായി മഞ്ഞില്ലെന്നും ചുറ്റുമുള്ള ഭൂപ്രദേശം വരണ്ടതായി കാണപ്പെടുന്നുണ്ടെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ട്രക്കുകളിൽ നിന്ന് മൺവെട്ടികൾ ഉപയോഗിച്ച് മഞ്ഞ് നിലത്തേക്ക് മാറ്റി പരത്തുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയും, എന്നാൽ ഈ കൃത്രിമ മഞ്ഞിൽ സ്കേറ്റിംഗ് പോലുള്ള വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്ന സഞ്ചാരികളെയും നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. പല മാധ്യമ സ്ഥാപനങ്ങളും ഈ വീഡിയോ പങ്കുവച്ചതോടെ സംഭവം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരിക്കുകയാണ്. മണാലിയിൽ യഥാർത്ഥ മഞ്ഞുവീഴ്ച കുറയുന്നതിനെ കുറിച്ചാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അമിതമായ വനനശീകരണവും പുതിയ പാതകൾക്കും തുരങ്കങ്ങൾക്കുമായി നടക്കുന്ന നിയന്ത്രണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും വനമേഖലകളെ ഇല്ലാതാക്കുന്നത് മഞ്ഞിന്റെ അളവ് കുറയാൻ കാരണമാകുന്നുവെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും മഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഉയർന്ന വിലയ്ക്ക് മഞ്ഞിൽ കളിക്കാനുള്ള പ്രത്യേക വസ്ത്രങ്ങളും സ്നോ സ്യൂട്ടുകളുമൊക്കെ വാങ്ങിച്ച് അവസാനം കാണാൻ കഴിയുന്നത് ചെറിയൊരു കൃത്രിമ മഞ്ഞുമേട മാത്രമാണെന്നും സഞ്ചാരികൾക്ക് പണവും സമയവും ഇതിനാൽ നഷ്ടമാകുന്നുവെന്നും മറ്റു ചിലർ പ്രതികരിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതിദത്തമായ മഞ്ഞുകാഴ്ച കുറയുന്നതിനെ ചൂഷണം ചെയ്ത് ടൂറിസം മേഖലയിൽ ചിലർ നടത്തുന്ന ഈ തട്ടിപ്പ് മണാലിയിലെ ടൂറിസത്തിന്റെ വിശ്വാസ്യതയെ തന്നെ കാര്യമായി ബാധിക്കും.